അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സയഅതി സമാനുൻ അലാ ഉമ്മത്തി യുഹിബ്ബൂനൽ ഖംസ വയംസൗനൽ ഖംസ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, എൻ്റെ സമുദായത്തിനൊരു കാലം വരും. ആ കാലം വന്നു കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങൾ അവർ മറന്നുകളയും. യുഹിബ്ബൂന ദുനിയ വയൻസൗനൽ ആഖിറ. ദുനിയാവിനെ അവർ ഇഷ്ടപ്പെടും, ആഖിറത്തെ അവർ മറന്നുകളയും. ഇങ്ങനത്തെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിനെ സ്നേഹിക്കുന്നതായ കാലമാണെന്ന്, ദുനിയാവിൻ്റേതായ കാശിന് വേണ്ടിയും അതുപോലെ തന്നെ എല്ലാ ആഡംബരങ്ങൾക്ക് വേണ്ടിയും ദുനിയാവിനെ സ്നേഹിക്കുകയും പരലോകത്തെ മറന്നുകളയുകയാണ്. പരലോകത്ത് നാളെ കിടക്കേണ്ടതായ ഹിസാബിനെ പറ്റിയോ ഒന്നും ചോദ്യമില്ല, ചോദ്യം ഉണ്ടെന്നുള്ള ധാരണ പോലുമില്ലാതെ പരലോകത്ത് അതിഭീകരമായിട്ടുള്ള ശിക്ഷയുണ്ടെന്ന് പോലുമുള്ള ചിന്തയില്ലാത്തതായൊരവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാ മൻ അബ. സ്വർഗം വേണ്ടെന്ന് വരച്ചവർ ഒഴികെ. അതായത് തോന്നിയതുപോലെ ജീവിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കുകയില്ല. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുകയും ഇസ്ലാം പഠിപ്പിച്ചതായ ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. മൻ അതാഅനി, എന്നെ അനുസരിച്ചവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തഖ്വയിലായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.